വെള്ളം വെള്ളം വെള്ളം. അയ്യോ. ഹലോ ഹലോ. എന്റെ ഭാഗ്യമാണ് നിങ്ങൾ അപ്പോഴാ വഴി വന്നത്. അല്ല, എന്റെ വിധിയാണ്. ഞാൻ ഓർക്കുകയായിരുന്നു, കണ്ടില്ലായിരുന്നെങ്കിൽ. കാണണമല്ലോ. കാണണമെന്ന് വിധിയുള്ളപ്പോ പിന്നെ കണ്ടില്ലായിരുന്നെങ്കിലെന്ന് ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? അതിരിക്കട്ടെ, എന്താ സംഭവിച്ചത്? അത് ഞാൻ കുറച്ചു ദിവസം ഊട്ടിയിൽ താമസിക്കാൻ വന്നതാണ്. എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് കഴിഞ്ഞ ആഴ്ച അയാൾ ട്രാൻസ്ഫർ ആയി പോയെന്ന്. ഒരു മുൻകരുതലുമില്ലാതെ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ കാരണം എന്താ? പറയാൻ പ്രയാസമുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? ഞാൻ വരുന്നത് കിങ്ങിണിക്കരയെന്ന്. കിങ്ങിണിക്കരയോ? എന്താ, അറിയാമോ? അറിഞ്ഞൂടാ, പക്ഷേ കേട്ടിട്ടുണ്ട്. എങ്ങനെ കേൾക്കാൻ? കേൾക്കേണ്ടൊക്കെ വേണം. അത്ര പ്രസിദ്ധിയുള്ള നാടല്ലല്ലോ അത്. കേട്ടറിയണമെങ്കിൽ പ്രസിദ്ധി തന്നെ വേണമെന്നുണ്ടോ? കുപ്രസിദ്ധി ആയിക്കൂടെ? അതിരിക്കട്ടെ, ഇനി എന്താ പരിപാടി? സ്നേഹിതനെ പോയി കാണുന്നുണ്ടോ? ഇല്ല, എനിക്ക് നാട്ടിലേക്ക് മടങ്ങിപ്പോയാൽ മതി. എന്താ, പേടിച്ചു പോവാണോ? അല്ല, ഇനി മടങ്ങിയാ മതി. പക്ഷേ ഇതിൽ കാശൊന്നുമില്ല. കാശ് മാത്രമല്ല, മടങ്ങിപ്പോകാൻ ഒരു നല്ല വസ്ത്രം പോലും ഇല്ലെന്നറിയാം. എല്ലാം ഞാൻ ശരിപ്പെടുത്തി തരാം. നാളെ വൈകിട്ടുള്ള ട്രെയിനിൽ മടങ്ങിപ്പോവാൻ തയ്യാറായിക്കൊള്ളു. റൈറ്റ് റാം? ഇവിടുത്തെ ഭക്ഷണമൊന്നും ഇഷ്ടപ്പെട്ട് കാണില്ലല്ലേ? ഇവിടൊക്കെ ഒരു പ്രത്യേകതരം പ്രിപ്പറേഷനാണ്. അങ്ങനെയൊന്നുമില്ല. ജി സാബ്. റാം, सबको कमरा दिखाओ और इनका ख्याल लेना. समझे? ठीक. हैव ए गुड स्लीप एंड रिलैक्स. അല്ല, എനിക്കിതുവരെ മനസ്സിലായില്ല. നല്ല തമാശ. ഈ ചോദ്യം ഞാൻ നിങ്ങളോടല്ലേ ചോദിക്കേണ്ടത്? ഞാൻ ഇതേവരെ നിങ്ങളുടെ പേരെന്താണെന്ന് പോലും ചോദിച്ചില്ല. ആ നിലയ്ക്ക് ഞാൻ ആരാണെന്നുള്ള ഈ ചോദ്യം അനാവശ്യമല്ലേ? ഗുഡ് നൈറ്റ്. അല്ല, ഉറങ്ങിയില്ലേ? ഇല്ല, എനിക്ക് ഉറക്കം വരുന്നില്ല. എന്താ അത്? ഐ എം ടോട്ടലി ഡിസ്റ്റർബ്. എന്താ കാര്യം? എന്താ കാര്യം എന്ന് പറയൂ. ഞാനൊരു ബാങ്ക് മാനേജറാണ്. ഓഹോ, അതുകൊണ്ട്? ഐ എം വെരി മച്ച് വറീഡ്. എന്താ, ബാങ്ക് സംബന്ധമായ കുഴപ്പം കാണിച്ചു? അയ്യോ, അതല്ല. എനിക്ക് കുറച്ച് സംസാരിച്ചാൽ ആശ്വാസം കിട്ടും. റൈറ്റ്. കേൾക്കുന്നത് ഞാനായാ മതിയോ? എനിക്കത് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. അത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഊട്ടി വരെ വന്നത്. ധൈര്യമായിട്ട് പറഞ്ഞോളൂ, ഞാൻ കേൾക്കാം. കിങ്ങിണിക്കര ഗ്രാമത്തെ പറ്റി ഞാൻ പറഞ്ഞല്ലോ. ഞാനവിടെ ചെല്ലുമ്പോൾ ഭൂമിയിൽ എവിടെയെങ്കിലും ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇതാണ് ഇതാണ് എന്ന് പറഞ്ഞ മഹാൻ ആരായാലും ശരി. ആരാണെന്ന് എനിക്ക് നിശ്ചയമില്ല. അദ്ദേഹം കുറച്ചു കാലമെങ്കിലും ഈ കിങ്ങിണിക്കര ഗ്രാമത്തിൽ ജീവിച്ചിരുന്നിരിക്കും. ഞാൻ എന്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്നത് നിങ്ങളുടെ ഈ ഗ്രാമത്തിൽ വച്ചായതിൽ എനിക്ക് ഏറ്റവും അധികം സന്തോഷമുണ്ട്. എനിക്ക് കിട്ടാവുന്നതിലേറെ സ്നേഹവും സഹകരണവും നിങ്ങൾ തന്നിരിക്കുന്നു. അതിനെപ്പറ്റി പറയുമ്പോൾ ഏതാനും വ്യക്തികളെ ഈ അവസരത്തിൽ ഓർമ്മിക്കാതിരിക്കാൻ സാധ്യമല്ല. അതിൽ പ്രധാനപ്പെട്ടത് മാളിയേക്കലെ മഹേശ്വരി അമ്മയാണ്. ഒരു മഹിളാ സമാജം പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ എനിക്കും എന്റെ സ്ഥാപനത്തിനും അവർ നൽകിയിട്ടുള്ള സഹായ സഹകരണങ്ങൾ ഒരിക്കലും മറക്കാവുന്നതല്ല. മഹേശ്വരി അമ്മയെ പറ്റി പറയുമ്പോൾ ഗോകുലത്തിലെ തങ്കമണി കുഞ്ഞമ്മയും എനിക്ക് മറക്കാൻ പറ്റില്ല. മഹിളാ സമാജത്തിന്റെ മുൻ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് അവർ തന്നാലാവുന്ന എല്ലാ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ബാങ്കുമായി വലിയ ബന്ധമൊന്നുമില്ലെങ്കിലും നിങ്ങളുടെ എല്ലാം കണ്ണിനുണ്ണിയായ റവറൻ ഫാദർ ജോൺ അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ചിരിയോടുകൂടി എന്നെ വീക്ഷിക്കുന്നത് എനിക്ക് കാണാം. പള്ളി എന്ന് പറയുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിന്റേത് മാത്രമല്ല എന്ന് തെളിയിച്ചത് അദ്ദേഹം മാത്രമാണ്. സ്വൽപ്പം എടുത്തിയാട്ടക്കാരനാണെങ്കിലും പഞ്ചായത്ത് മെമ്പർ ഭാർഗവൻ പിള്ളയെയും
എനിക്ക് മറക്കാനാവില്ല. നന്ദി പറയുന്ന അദ്ദേഹത്തിന് ഇഷ്ടപ്പെടില്ല. എന്നാലും ഞാൻ നന്ദി പറയുന്നു, നിങ്ങളുടെ എല്ലാം അനുവാദത്തോടുകൂടി. ഇപ്പോഴിവിടെ ഇല്ലെങ്കിൽ തന്നെയും എനിക്കൊരിക്കലും മറക്കാനാവാത്ത വ്യക്തിയാണ് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ പഞ്ചായത്ത് പ്രസിഡന്റ്. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല. ഇവിടെയുള്ള ആശുപത്രിയുടെ കാര്യമായാലും ശരി, സ്കൂളിന്റെ കാര്യത്തിലായാലും ശരി, പള്ളിയുടെ കാര്യത്തിലായാലും ശരി, കൈ അയഞ്ഞ സംഭാവനകളും സഹായ സഹകരണങ്ങളും നൽകി ഈ നാട്ടുകാരുടെ ഒന്നടങ്കം സ്നേഹാദരങ്ങൾ പിടിച്ചു പറ്റിയ അദ്ദേഹത്തിന്റെ പരിചരണവും എനിക്ക് കുറച്ചുനാൾ അനുഭവിക്കാനിടയായിട്ടുണ്ട്. ഇനി ഞാൻ ഓരോരുത്തരെയായി എടുത്തെടുത്ത് പറഞ്ഞ് സമയം ദീർഘിപ്പിക്കുന്നില്ല. ഈ നാട്ടുകാരോട് മൊത്തത്തിലുള്ള എന്റെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് തൽക്കാലം എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഞാൻ പുതിയ മാനേജർ ശ്രീ ഓമനക്കുട്ടനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. അടുത്തതായി നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കാൻ ഞങ്ങളുടെ ബാങ്കിലെ അക്കൗണ്ടന്റായ ശ്രീമാൻ ജോയിയെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. സുഹൃത്തുക്കളെ, ഈ അവസരത്തിൽ ദീർഘമായ ഒരു പ്രസംഗം ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പുതിയ മാനേജറായി ചാർജെടുത്ത ശ്രീ ഓമനക്കുട്ടന് എന്റെ വ്യക്തിപരമായ പേരിലും ബാങ്കിലെ ജീവനക്കാരുടെ പേരിലും ഞാൻ സ്വാഗതം നേരുന്നു. ഇനി കസ്തൂർബ മഹിളാ സമാജത്തിന്റെ പേരിൽ റിട്ടയർ ചെയ്തു പോകുന്ന നമ്പ്യാർ സാറിന് ഹാരാർപ്പണം നടത്താൻ സമാജം പ്രസിഡന്റ് ശ്രീമതി മഹേശ്വരമ്മയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇനി ഒരു ചെറിയ ചായ സൽക്കാരമുണ്ട്, നമുക്ക് അങ്ങോട്ട് നീങ്ങാം. പിന്നെ മഹേശ്വരി, ഞാനൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചോണ്ടിരിക്കുക. എന്താ നത്തുന്? രാജപ്പൻ എന്തെങ്കിലും ഒരു ബിസിനസ് ഇട്ടുകൊടുത്ത് ശരിപ്പെടുത്തി എടുക്കണമെന്ന് എന്റെ ആഗ്രഹം. അത് കൊള്ളാം. ഒന്നാം പഠിത്തത്തിൽ പുറകോട്ടാണല്ലോ. എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്ന അവന് നല്ലത്. അതിപ്പോ അത് തുടങ്ങുന്നതിന് മുമ്പായിട്ട് അവന്റെ കല്യാണം നടത്തിയാൽ കൊള്ളാമെന്നാണ് എന്റെ അഭിപ്രായം. അവന് ബിന്ദുവിനെ ഇഷ്ടമാണ്. പിന്നെ നമ്മൾ നേരത്തെ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന കാര്യമാണല്ലോ. നമ്മള് അത്ര ധൃതി കാണിക്കണം നാത്തൂനെ. അതെന്താ മഹേശ്വരി അങ്ങനെ പറഞ്ഞത്? നമ്മൾ നേരത്തെ മനസ്സിൽ ആഗ്രഹിച്ചുറപ്പിച്ചിട്ടുള്ളതാ. പക്ഷെ പിള്ളേരുടെ ഇപ്പോഴത്തെ മനസ്സിനെ പറ്റി ഒന്നും പറയാൻ പറ്റില്ലെന്നേ. പോരെങ്കിൽ അവൾ എപ്പോഴും പഠിത്തം കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഏതായാലും ഞാനൊന്ന് കാര്യമായിട്ട് ആലോചിക്കട്ടെ. ഇതേ വരുന്നേ. എന്റെ ദൈവമേ, ചീട്ടുകളി ആരെങ്കിലും കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ തെണ്ടി പോയനെ. 24 മണിക്കൂർ തള്ളി നിൽക്കണ്ടേ? എന്റെ ചേട്ടാ, ചീട്ടുകളി എന്ന് പറയുമ്പോ അമ്മയ്ക്ക് ഇത്ര ദേഷ്യം. അത് പണ്ട് നമ്മുടെ അച്ഛൻ ചീട്ട് കളിച്ചുകൊണ്ടിരുന്നപ്പോഴാ ഹൃദയസ്തംഭനം മൂലം മരിച്ചുപോയത്. അപ്പൊ അമ്മയ്ക്ക് പേടി എനിക്ക് ഈ ചീട്ടുകളിയിലുള്ള താല്പര്യം കൂടുന്തോറും എന്റെ ഹൃദയവും സ്തംഭിക്കുമോന്നാ. അയ്യോ അമ്മ, നീ പോയി പറഞ്ഞു കൊടുക്കല്ലേ, നീ കരിങ്കാലിയാ. എടാ രാജപ്പ, അമ്മേ, യാത്ര എങ്ങനെയായിരുന്നു? എടാ ആ ഫോട്ടോ ഇങ്ങെടുത്തേ. ആ ഫോട്ടോ പറയുന്ന കേക്ക്. അടുക്കളക്കപ്പുറത്ത് ആ ചായപ്പില്ലേ, അവിടെ കാണാൻ കൊണ്ടിട്ട്. അമ്മ, ഇത് അപ്പച്ചി മഹിളാ സമാജം പ്രസിഡന്റ് ആയപ്പോ എടുത്ത ഫോട്ടോ അല്ലേ? പറയുന്ന കേൾക്കുന്നുണ്ടോ? ഒരു മഹിളാ സമാജം പ്രസിഡന്റ് ഇന്ത്യൻ പ്രസിഡന്റിനേക്കാൾ വലുതൊന്നും അല്ലല്ലോ ഇത്. എന്താ അമ്മേ, എന്ത് പറ്റി? രാജപ്പനെ കൊണ്ട് ബിന്ദുമോളെ കല്യാണം കഴിപ്പിക്കുന്ന കാര്യം വളരെ ചെറുപ്പത്തിലെ തീരുമാനിച്ചിട്ടുള്ളതാ. ഇന്ന് ഞാനതൊന്ന് സൂചിപ്പിച്ചപ്പോ ഒരു പ്രസിഡന്റ് ഭാഷ. ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന്. ഇതെന്താ നിയമസഭയോ മറ്റാണോ? ഇന്നലെയാ ഈ പ്രസിഡന്റ് പദവിയൊക്കെ വന്നത്. ഏതായാലും എന്റെ മോന് അവളുടെ മോളെ ഇനി വേണ്ട. പക്ഷെ അവളുടെ മോളെ കെട്ടാൻ പോകുന്ന പച്ചക്കാമദേവൻ ആരാണെന്ന് എനിക്കൊന്ന് അറിയണം. ചാക്കോ, എന്തോ? നിന്റെ കൊച്ചമ്മ ഇപ്പൊ ഒരു താണ്ടോ നൃത്തമൊക്കെ കഴിഞ്ഞിരിക്കുകയായിരിക്കും അല്ലേ? എപ്പോഴും എന്തിനാ എന്നെ കൊച്ചമ്മ എന്ന് പറഞ്ഞ എന്നെ കളിയാക്കുന്നേ? അതെന്റെ പഴയ കൊച്ചമ്മയല്ലേ. ഇപ്പൊ എന്റെ കൊച്ചമ്മ എന്ന് പറഞ്ഞാ ഇവിടത്തെ കൊച്ചമ്മയാ. കോളേജിൽ പഠിക്കുന്ന എന്റെ മോളെ ഇവിടെ
SSLC തോറ്റ് വായി നോക്കി നടക്കുന്ന ഇവൻ അവിടെ പണ്ട് വല്ലതൊക്കെ പറഞ്ഞു കാണും. ചെറുപ്പത്തിൽ എല്ലാ കുട്ടികളും കാണാനൊരു നന്നായിരിക്കും. അതെ. അന്ന് അറിയില്ലല്ലോ വളർന്നു വരുമ്പോ ഇവൻ ഇങ്ങനെ ഒരു വിഡ്ഢി കുഷ്മാണ്ടായിരിക്കുമെന്ന്. കൊച്ചമ്മ പറഞ്ഞത് നേരാ. കുട്ടിക്കാലത്ത് നാട്ടുകാരെല്ലാം എന്നെ തക്കാളിപ്പഴം എന്നാ വിളിച്ചിരുന്നെ. ഇപ്പം പറഞ്ഞിട്ട് എന്നാ കാര്യം? പക്ഷെ രാജപ്പനെ കൊണ്ട് ഇവിടുത്തെ ബിന്ദുമോളെ കല്യാണം കഴിപ്പിക്കണമെന്ന് വെച്ചാല് തമാശ, ഭയങ്കര തമാശ. ചാക്കോ, എന്തോ? നല്ല മണം വരുന്നല്ലോ. കുമാറിന് അടിക്കുന്നുണ്ട്. അത് കൊച്ചമ്മ ചാക്കോ അല്പം. ഇവിടെയുള്ള 10-15 കുടുംബങ്ങൾ ഒരുമിച്ച് വിചാരിച്ചാൽ ഈ ബാങ്കിലേക്ക് ആവശ്യമുള്ള ഡെപ്പോസിറ്റ് കാശ് നിഷ്പ്രയാസം കിട്ടും. തമാശ എന്താന്ന് വെച്ചാല് ഈ കുടുംബങ്ങൾ ഒരുമിക്കാറേയില്ല. മുഖത്തോട് മുഖം കണ്ടാ മുറിവുറുക്കും. ഇവിടുത്തെ പ്രധാനപ്പെട്ട കുടുംബങ്ങളെ പറ്റി പറയുമ്പോ ആദ്യം പറയേണ്ട മഹേശ്വരമ്മയെ പറ്റിയാ. പിന്നെ ഞാനിവിടെ വരാൻ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. പുതുതായി വന്ന ബാങ്ക് മാനേജർ ഓമനക്കുട്ടനുണ്ടല്ലോ, അയാൾ വെറും ഒരു ബാങ്ക് മാനേജർ അല്ല, അയാളെ ഒരു ബാങ്കാ. മതിലകത്ത് ശങ്കുണ്ണി മേനോൻ കേട്ടിട്ടുണ്ടോ? ഒരു 10-15 വർഷം മുമ്പ് അവരുടെ വീട്ടുവളപ്പിൽ ആനകൾ ഇങ്ങനെ മേയുമായിരുന്നു, ഒരുമാതിരി ആടും പശുവൊക്കെ മേയുന്ന പോലെ. ഇപ്പോഴും അവരുടെ പ്രതാപം എന്താ? അച്ഛനും അമ്മയ്ക്കും കൂടെ ആകെ ഒരേ ഒരു മകൻ. ഇയാള് വെറുതെ വീട്ടിലിരിക്കാൻ വയ്യാന്നും പറഞ്ഞ ഈ ബാങ്ക് മാനേജറായിട്ട് നടക്കുന്നു. എന്റെ ഒരാളുടെ ഇൻട്രസ്റ്റ് കൊണ്ടാ ഓമനക്കുട്ടൻ ഇവിടെ വന്നു. അയാൾക്ക് വേണ്ട സഹായങ്ങൾ ഇവിടെ ചെയ്തു കൊടുത്താൽ എനിക്കൊരു 50 സെന്റ് സ്ഥലം സഹായ വിലയ്ക്ക് അയാളുടെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് ഓമനക്കുട്ടനെ ഞാൻ അങ്ങോട്ട് ഏൽപ്പിക്കുക. മിസ്റ്റർ ഓമനക്കുട്ടന് ഫാമിലി ഇല്ലേ? കല്യാണം കഴിക്കാതെ എങ്ങനെ ഫാമിലി ഉണ്ടാവുക? അയാളുടെ അച്ഛൻ പറഞ്ഞിട്ട് നല്ല ഒന്നാം തരം ഒരു ആലോചന ഞാൻ കൊണ്ടുവന്നതാ. കല്യാണം കഴിക്കേണ്ട സമയമാവുമ്പോ പറഞ്ഞോളാന്നാ ഓമനക്കുട്ടൻ പറഞ്ഞത്. അല്ല, അതിനുള്ള പ്രായമായിട്ടുള്ളൂ. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ഓ, പിന്നെ കഴിഞ്ഞ 10-30 കൊല്ലമായിട്ട് ഞാൻ ഈ പഞ്ചായത്ത് മെമ്പറാ. അപ്പൊ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായ സഹകരണങ്ങളും നിങ്ങൾക്ക് എപ്പോഴും പ്രതീക്ഷിക്കാം. അയച്ചാണെന്നെ ഈ കാര്യം നിങ്ങളോട് പറയാൻ. നന്ദി. പിന്നെ വൈകിട്ട് പ്രസിഡന്റിന്റെ വീട്ടിൽ പോയി കാണണം. ഈ നാട്ടിൽ വന്നിട്ടുന്ന ആരും അദ്ദേഹത്തെ ചെന്ന് കാണുന്നൊരു വഴക്കമുണ്ട്, അത് തെറ്റിക്കണ്ട. അങ്ങനെ ആവട്ടെ. ഓമനക്കുട്ടൻ ജോലി ചെയ്യുന്ന സ്ഥലത്തെ മഹിളാ സമാജം പ്രസിഡന്റ് ആണെന്ന് തോന്നുന്നു. ദേ വന്നിരിക്കുന്നു. നമസ്കാരം. എനിക്ക് ഈ വഴി പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ കരുതി കയറി ഒന്ന് പരിചയപ്പെടാമെന്ന്. വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ആ സ്ഥലത്തെ പറ്റി വളരെ നല്ല അഭിപ്രായമാണ് പഴയ മാനേജർ പറഞ്ഞു. ഓഹോ, അകത്തേക്ക് വരൂ. ഇവിടുത്തെ ആൾക്കാരൊക്കെ വളരെ നല്ലവരാ. അവർക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. അവര് സ്നേഹിക്കുന്നതും ശിക്ഷിക്കുന്നതും സ്നേഹത്തിൽ കൂടെ ആണെന്ന് മാത്രം. എന്താ മിസ്റ്റർ ഓമനക്കുട്ടന് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട്, മനസ്സിലാവുന്നുണ്ട്. പപ്പ, ഗുളിക കഴിക്കാൻ സമയമായി. മിസ്റ്റർ ഓമനക്കുട്ടൻ എന്താ കുടിക്കാൻ? ഒന്നും വേണ്ട. തണുത്ത എന്തെങ്കിലും? ഞാൻ ഇപ്പൊ ചായ കുടിച്ചതേ ഉള്ളൂ. ഒരാൾ വേണ്ടെന്ന് പറഞ്ഞ പിന്നെ എന്തിനാ പപ്പ നിർബന്ധിക്കുന്നേ? എടി മൈസറട്ടെ, ഇങ്ങനാണോ സംസാരിക്കുന്നത്? വീട്ടിൽ പുതുതായിട്ട് ഒരാൾ വരുമ്പോ ഒന്നും വേണ്ടെന്ന് പറയുമ്പോ പിന്നെ നിർബന്ധിക്കേണ്ട കാര്യം എന്താ? ശരിയല്ലേ? അതെ. ഇവള് ഒരു പ്രത്യേക ടൈപ്പാ. മിസ്റ്റർ ഓമനക്കുട്ടൻ തെറ്റിദ്ധരിക്കണ്ട. എന്നാ ഞാൻ ഇറങ്ങട്ടെ. പപ്പ ഷേക്കാൻ. ഓ, ക്ഷമിക്കണം, ഞാനൊരു പൊട്ടക്കണ്ണനാ കേട്ടോ. അതുകൊണ്ടാണെന്ന് തോന്നുന്നു നാട്ടുകാരെന്നെ ഈ പ്രസിഡന്റ് സ്ഥാനത്തൊന്നും മാറ്റാത്തത്. അത്രയ്ക്കും കുറച്ച് കണ്ടാ മതിയല്ലോ. പിന്നെ സമയം കിട്ടുമ്പോ മിസ്റ്റർ ഓമനക്കുട്ടൻ വരിക. ഞാനിവിടെ ഒറ്റയ്ക്കാ. നമുക്ക് എന്തെങ്കിലും നാട്ടുവർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം. അതിന് പ്രത്യേകിച്ച് ഔപചാരികതയുടെ ആവശ്യമൊന്നുമില്ല. ശരി, എന്നാ ഞാൻ വരട്ടെ. ആ ആ പപ്പ, ഇതാ ഗുളിക. ഞാൻ പോയി ചെറുതനുസരിച്ചിട്ട് വരെ. ആ
നമ്മുടെ പരിധിയിൽ വെച്ച കളക്ഷൻ പോയോ? എക്സ്ക്യൂസ് മീ, മിസ്റ്റർ ജോയ്, ആ മാനേജരകത്തുണ്ടല്ലോ. ഉണ്ടല്ലോ. ആ. നമസ്കാരം. എന്നെ മനസ്സിലായില്ലേ? ഓ അറിയാം. ഇരുന്നോ. താങ്ക് യു. പിന്നെ അച്ഛന്റെ അമ്മയുടെയും പ്രത്യേകമായ സ്നേഹാന്വേഷണങ്ങൾ അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ല. ഞാൻ മിസ്റ്റർ ഓമനക്കുട്ടന്റെ വീട് വരെ ഒന്ന് പോയി. എന്റെ വീട്ടിലോ? ആ, വീട്ടിലേക്കായിട്ടല്ല പോയത്, പക്ഷെ പോയതാ വഴിക്കായിരുന്നു. അവിടെ എത്തിയപ്പോ വീട് അന്വേഷിച്ചു. ശരി, അച്ഛനമ്മ ഒന്ന് കണ്ടു കളയാമെന്ന് കരുതി. സന്തോഷം. ആ, ഓമനക്കുട്ടന് തരാൻ വേണ്ടി അമ്മ 2-3 കുപ്പിയില് കടുമാങ്ങിയോ എണ്ണ കാഴ്ചതോ ഒക്കെ തന്നയച്ചിട്ടുണ്ട്. ബാങ്ക് ആയതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല. അപ്പോ വൈകുന്നേരം മറ്റേ വീട്ടിലേക്കൊന്ന് വരാമോ? വരാം. ആ, എന്റെ വീട് അറിയാമോ? അറിയാം. ആ. ഒരാഴ്ചയായില്ലേ നാട്ടിൽ ആ, വന്നിട്ട്. അല്ലെങ്കിൽ അവിടെ ആരോട് ചോദിച്ചാലും എന്റെ വീട് പറഞ്ഞുതരും. ശരി, ബാങ്കിലെ ജോലിയുള്ളതല്ലേ, ബുദ്ധിമുട്ടിക്കുന്നില്ല. ഞാൻ വരട്ടെ. ആ. പിന്നെ വൈകിട്ട് 6 മണിക്ക് ഞാൻ പ്രതീക്ഷിക്കും. വരട്ടെ. ആ. എന്തൊരു ഉഷ്ണമാടാ രാജപ്പാ. പച്ച പ്രസിഡന്റ് ആയ പിന്നെ ഈ വഴിയൊക്കെ അങ്ങ് മറന്നുപോയി. ഒന്നും പറയണ്ട എന്റെ മക്കളെ. നമ്മുടെ സമാജത്തിൽ അടച്ചിടുന്ന തയ്യൽ ക്ലാസ് തുറക്കാനാ ഇപ്പോഴത്തെ എക്സിക്യൂട്ടീവിന് തീരുമാനം. ഈ കാര്യം പറയാനായിട്ട് ഞാൻ പ്രസിഡന്റിനെ കണ്ടേച്ചു വരുവാ. അല്ല, ഇതാര്? ഇവൻ ആരോടാ ഇത്ര കാര്യമായിട്ട് സംസാരിക്കുന്നതെന്ന് ഞാൻ ആലോചിക്കായിരുന്നു. ആ, ഒന്നുമില്ലേലും നാത്തും തന്നെ ഭാഗ്യവതി. മോള് വീണ വായിക്കുന്ന കേട്ട് ആസ്വദിക്കാനുള്ള യോഗമെങ്കിലും ഉണ്ടല്ലോ. അവിടെ വീട്ടില് മോള് എപ്പോഴും പരാതിയാ, എന്നെ കിട്ടുന്നില്ല എന്നെ കിട്ടുന്നില്ല എന്ന്. അല്ല നാത്തൂനെ, ഇവിടെ വെച്ചിരുന്ന എന്റെ ഫോട്ടോ എന്തേ? ഏത്? ഞാൻ സമാജത്തിന്റെ പ്രസിഡന്റ് ആയപ്പോ എടുത്ത ഫോട്ടോ. നാത്തൂൻ എന്നെ മാല ഇടുന്നത് എവിടെടാ അത്? അമ്മ നല്ല കക്ഷിയാ. അമ്മയുടെ നിങ്ങളല്ലേ പൊട്ടിയത്? ഈ അമ്മയ്ക്ക് ഒരു ഓർമ്മയില്ല. അമ്മയല്ലേ എന്നെ ഏൽപ്പിച്ചത് പ്രഭാകരന്റെ കടയിൽ കൊണ്ട് ചില്ല് മാറണമെന്ന്. ഓ, ഞാനത് മറന്നുപോയി. മക്കളെ, അത് ചില്ലിട്ടോണ്ടൊന്നാ എന്നോടൊന്ന് പറയണേ. എനിക്കത് വേണം. ആകെപ്പാടെ ഒന്നേ ഉള്ളൂ, അത് ഇവിടെ ആയിപ്പോയി. ശരി. ആ, പിന്നെ എന്തൊക്കെയുണ്ടോ നാത്തൂനെ വിശേഷം? ഓ, എന്ത് വിശേഷം, ഇങ്ങനെയൊക്കെ കഴിഞ്ഞു കൂടുന്നു. കൊള്ളാം, നിങ്ങൾ കഴിയുന്നു. നിങ്ങളാണ് നേരെ ചൊവ്വേ ജീവിക്കുന്നത്. ആ, ഞാനിങ്ങനെ പൊതുപ്രവർത്തനവുമായി പേരാ നടക്കുക. ആ, എന്നാ ഞാൻ വരട്ടെ. വല്ലപ്പോഴൊക്കെ വീട്ടിലേക്ക് വാന്നീ. നീ എന്താ അങ്ങോട്ടൊന്നും വരാത്ത? വരാൻ പറ്റേ? വരണം കേട്ടോ. എനിക്ക് കളക്ടർ ഒന്ന് കേട്ടോ നാത്തൂനെ. തയ്യൽ ക്ലാസ് ഉദ്ഘാടനം ചെയ്യാൻ കളക്ടർ തന്നെ വേണമെന്നാ അവരുടെ തീരുമാനം. എന്റെ വരട്ടെ വരട്ടെ മക്കളെ. കള്ളി മുഴുവൻ അഭിനയമല്ലേ? ഓ, ഇവിടെ സിനിമയിൽ പോയിരുന്നെങ്കിൽ നല്ല നടിക്കുള്ള അവാർഡ് കിട്ടിയത്. നല്ല സഹനടിക്കുള്ള അവാർഡ് കിട്ടും. നല്ല നടിക്കുള്ള അവാർഡ് എന്റെ അമ്മയ്ക്ക് കിട്ടും. അതെന്താടാ അങ്ങനെ പറഞ്ഞു? ആ ഫോട്ടോ എവിടെയെന്ന് കേട്ടപ്പോ എന്റെ അമ്മ ഉരുളക്കം. എന്റെ അമ്മച്ചി അവിടെയും രക്ഷിക്കാൻ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് എപ്പോഴും പറയും എന്നെ കൊണ്ടൊരു വായിക്കും കൊള്ളത്തില്ലെന്ന്. എടാ, അപ്പച്ചി വിളിച്ചൊക്കെ കൊള്ളാം, പക്ഷെ അവിടെ പോയാലുണ്ടല്ലോ എന്നെ തല്ലിക്കൊന്നാ ഞാൻ പോകത്തില്ല. മമ്മി, ദേ ബാങ്കിലെ പുതിയ മാനേജർ എന്തോന്ന് വന്നിട്ടുണ്ട്. നീ അങ്ങോട്ടൊന്നും വരണ്ട, ഇവിടെ തന്നെ നിന്നുള്ളൂ. ഞാൻ വിളിക്കുമ്പോ വന്നാ മതി. ആ, നല്ല കൃത്യനിഷ്ഠയാണല്ലോ. 6 അടിച്ചതും വന്നു കഴിഞ്ഞല്ലോ. 6 മണിക്ക് വരണമെന്നാണല്ലോ പറഞ്ഞത്. അതുകൊണ്ട് സമയം തെറ്റിക്കാതെ എത്തിയത്. ആ, അത് വേണ്ട സ്വഭാവമാ. എന്റെ വിജയം എന്താ? എനിക്ക് കൃത്യനിഷ്ഠയുടെ കാര്യത്തിൽ വലിയ നിർബന്ധമാ. പറഞ്ഞ വാക്ക് പാലിച്ചില്ലെങ്കിൽ മനുഷ്യന് പിന്നെ എന്ത് വലിയ. ആ, ഇരിക്കൂ പ്ലീസ്. വെജിറ്റേറിയൻ ആണല്ലേ? ഏയ്, അങ്ങനെയൊന്നുമില്ല. എന്നാലും അതാ കൂടുതൽ ഇഷ്ടം. അല്ല, പുറത്തൊക്കെ പോയാൽ വിശ്വസിച്ച് കഴിക്കാൻ പറ്റില്ലല്ലോ. ശരിയാ. ആ, അത് പറഞ്ഞപ്പോഴാ ഓർത്തെ. ഭക്ഷണമൊക്കെ എങ്ങനെയാ? ഞാനിവിടെ കവലയിലെ ഉപ്പാപ്പയുടെ കടയില്ലേ, ആ, അവിടെ തിരക്കിട്ടില്ല. എന്നാലും ഹോട്ടലിലെ ആഹാരം 2 ദിവസം അടുപ്പിച്ച് കഴിക്കുമ്പോൾ വാ മടുക്കും. ഉച്ചക്ക് ഒരു നേരത്തെ ആഹാരം ഞാൻ കൊടുത്തയക്കാം. കൊടുത്തയക്കാന്ന് പറഞ്ഞാൽ ഇവിടേക്ക് ബുദ്ധിമുട്ടാവില്ലേ? ഒരു ബുദ്ധിമുട്ടുമില്ല. ഇവിടെ ഏതായാലും 2 പേർക്കുള്ള ആഹാരം കൂടുതൽ കരുതി ഞാൻ ഉണ്ടാക്കും. കാരണം എപ്പോഴാണെങ്കിലും ഗസ്റ്റ് ഉണ്ടാകാമല്ലോ. പിന്നെ കൊണ്ടു തരുന്നതല്ലേ പ്രശ്നം. ഇവിടെ ഒരു വേലക്കാരനുണ്ട്. അവൻ ചുമ്മാ നിൽക്കുക, ഒരു ജോലിയില്ലാതെ. അവനില്ലെങ്കിൽ ഞാൻ കൊണ്ടുവരാം. ഇനി ഞാനോ അവനോ ഇല്ലെങ്കിൽ എന്റെ മോളുണ്ട്, അവൾ കൊണ്ടുതരും. അയ്യോ, അത് വേണ്ട. ഒന്നുമില്ലെന്നേ.
ഇതിലൊന്നും ദുരഭിമാനം കാണുന്ന കൂട്ടത്തിലല്ല ഞങ്ങൾ. പിന്നെ എന്റെ മോളെ പരിചയപ്പെട്ടില്ലല്ലോ. ഒരു മിനിറ്റ്. ബിന്ദു. മോളു, മിസ്റ്റർ ഓമനക്കുട്ടൻ, ബാങ്കിലെ പുതിയ മാനേജരാ. എന്റെ മോള് ബിന്ദു. നമസ്തേ. ഹലോ. എന്തിനാ പഠിക്കുന്നത്? അവള് BSc ഹോം സയൻസ് ഫൈനലാ. മോളെ അകത്തേക്ക് വെക്കൂ. അവൾ അധികം സംസാരിക്കുന്ന കൂട്ടത്തിലല്ല. വീട്ടിൽ പരിചയമില്ലാത്ത ആരെങ്കിലും വന്നാ പിന്നെ അവളുടെ ഒച്ച എനക്ക് ഒന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ തന്നെ എനിക്ക് ഈ പൊതുപ്രവർത്തനം അതും ഇതൊക്കെ ഉണ്ടെങ്കിലും എന്റെ മോളെ ഞാൻ ഈ രീതിയിൽ വളർത്തിയിരിക്കുന്നു. അതല്ലേ നല്ല മിസ്റ്റർ ഓമനക്കുട്ടൻ? അതെ, അതാണ് നല്ലത്. വരൂ, നമുക്ക് അകത്തോട്ടിരിക്കാം. വന്നതിന് വേണ്ടി അല്പം കാപ്പ് കുടിക്കാം. ഞാൻ സാധാരണ വൈകുന്നേരം ഒന്നും കഴിക്കാറില്ല. ഇതൊന്നും ഇല്ലല്ലോ. ഇരിക്കൂ. ഞാൻ ബാങ്കിൽ നിന്ന് നേരെ സമാജത്തിൽ പോയി. ഇപ്പൊ ഒന്ന് കയറിയതേ ഉള്ളൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. ലഡു വലിയ ഇഷ്ടമാണല്ലേ? ലഡു ഞാൻ കഴിക്കാറുണ്ട്. കഴിച്ചില്ലല്ലോ. കഴിക്കാം. പ്രസിഡന്റിനെ ഒക്കെ പോയി കണ്ടുന്നറിഞ്ഞു. അതെ, അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാൻ പോയി. നന്നായി. ഈ നാട്ടിൽ എല്ലാവർക്കും ഒരേ അഭിപ്രായമുള്ളത് അദ്ദേഹത്തെ കുറിച്ച് മാത്രമാണ്. ഹലുവ കഴിച്ചില്ലല്ലോ. നന്നായിരിക്കും. എനിക്കും ബാങ്കുമായിട്ട് ഒരു ചെറിയ ബന്ധമുണ്ട്. അറിഞ്ഞു കാണുമല്ലോ. അറിയാം. ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ. അതിന് പ്രത്യേകം ഞാൻ നന്ദി പറയണം. ഇതിൽ നന്ദി പറയാൻ എന്തുണ്ട്? നമ്മുടെ ഈ കാശുണ്ടെങ്കിൽ സൂക്ഷിക്കാനുള്ള സ്ഥലമല്ലേ ബാങ്ക്. ഈ ജിലേബി ഒന്ന് കഴിച്ചു. അയ്യോ മതി, അമ്മ കൊടുത്തയച്ച. ഞാനതങ്ങ് മറന്നുപോയി. ഇപ്പൊ തരാം. ചാക്കോ, ഇവിടെ വാ. ഞാൻ കൊണ്ടുവന്ന പാക്കറ്റ്സ് ഇല്ലേ, എല്ലാം കൊണ്ടുപോയി സാറിന്റെ കാറിലെടുത്ത് വെക്കേ. സാറിന്റെ കാറില്? ഒരു മിനിറ്റ്, ഞാൻ ബിന്ദുവിനെ വിളിക്കാം. മോളോ, അല്ലെങ്കിൽ അവക്ക് പരാതിയായിരിക്കും. മോളു, ഓമനക്കുട്ടൻ ഇറങ്ങാണ്. ഞാൻ ഇറങ്ങട്ടെ? ഞങ്ങളുടെ സ്ഥലമൊക്കെ ഇഷ്ടമായോ? വന്നതല്ലേ. ആഹാ, എന്റെ ഭഗവാനെ, ഇന്ന് വെള്ളക്കാക്ക മലന്ന് പറക്കുമല്ലോ. കേട്ടോ ഓമനക്കുട്ട, ഇവളിങ്ങനെ ആരോടും മിണ്ടുന്നതല്ല. എന്താ മോളു, ഇന്ന് എന്താ പറ്റി? ഇനിയും കാണാം. മോളു, ഓമനക്കുട്ടനെ പറ്റി മോളുടെ അഭിപ്രായം എന്താ? നല്ല പോലെ ഭക്ഷണം കഴിക്കും. മമ്മി പറയാനും അങ്ങേര് കഴിക്കാനും. നല്ല മിതമായ സംസാരം. ഒരു ഓമനക്കുട്ടൻ തന്നെയാ. എടാ ചായപ്പാ, ഒന്ന് എഴുന്നേറ്റേ. എന്താ അമ്മേ? എടാ, ചാക്കോ ഒരു ടിഫിൻ കാരിയരുമായി പോകുന്നത് കണ്ടു. അവൻ ആർക്കായി ചോറ് കൊണ്ടുപോകുന്നു? നമുക്കെന്താ? അങ്ങനല്ല മോനെ, അത് ഒന്ന് എഴുന്നേറ്റ്. ഞാൻ പറയാം. നമ്മളിതൊന്നും അറിഞ്ഞിരിക്കണ്ടേ? എന്തിന്? നീ ഒന്ന് പോയി അന്വേഷിച്ചിട്ട് വന്നേ. ഈ അമ്മ ഒരിടത്ത് കിടക്കാൻ അയ്യോ അയ്യോ എന്നെ തല്ലല്ലേ, അയ്യോ അയ്യോ എന്നെ തല്ലല്ലേ, അയ്യോ 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 എന്നെ തല്ലല്ലേ, അയ്യോ. എടാ, നിന്നെ തല്ലാനല്ലടാ വിളിച്ചത്. നീ എന്തിനാ ഓടിയത്? പിന്നാലെ ഓടുന്ന കണ്ടപ്പോ എനിക്ക് തോന്നി പഴയ വല്ല കണക്കും തീർക്കാനാണെന്ന്. നീ എങ്ങോട്ട് വന്നു? ബാങ്കിൽ. എന്തിന്? അത് കൊച്ചമ്മ പറഞ്ഞിട്ട്. ഈ ടിഫിൻ കയറിൽ എന്തോ ചോറ്. ആർക്ക്? ഓമനക്കുട്ടൻ സാറിന്. ഓഹോ, ഇപ്പൊ അവിടുന്ന് ചോറ് കൊണ്ടുവന്നല്ലേ? ഓമനക്കുട്ടൻ സാറിന് എന്നും ചോറ് അവിടെ നിന്ന് കൊണ്ട് കൊടുക്കണമെന്ന് കൊച്ചമ്മ പറഞ്ഞിട്ടുണ്ട്. അത് ശരി, നീ ചെല്ലേ. ഓ രാജപ്പണ്ണ, കൊച്ചമ്മ സുഖമല്ലേ? എന്റെ അന്വേഷണം എന്ന് പറഞ്ഞേക്കണേ. അല്ല, കഴിക്കുന്നില്ലേ? ആ, കഴിക്കണം. നിങ്ങൾ ആഹാരം കഴിച്ചോ? വേണമെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാം. വേണ്ട വേണ്ട. ഒരാള് സ്നേഹാദരവോടെ പ്രത്യേകമായി കൊടുത്തയക്കുന്ന ഭക്ഷണം ഷെയർ ചെയ്യാൻ പാടില്ല. അത് സാറിന് മാത്രമായി കൊടുത്തയച്ചാണ് ഞാൻ വേണേ കമ്പനിക്ക് കൂട്ടിരിക്കും. പറഞ്ഞു. ആ,
എങ്ങനെയുണ്ട് ആള്? എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കാനുണ്ടോ കുഞ്ഞ്? ഓമന കുട്ടനല്ലേ. നിന്നോട് വല്ലതും സംസാരിച്ചു? അതെങ്ങനെയാ സംസാരിക്കുന്നത്? ബാക്കിയകത്ത് ആഹാരം വെച്ചോണ്ട് സംസാരിച്ചാൽ ഇടത്തണ്ടേ കുടുങ്ങുമെന്ന് അങ്ങേർക്ക് അറിയാമെന്ന് തോന്നുന്നു. ഇവന്റെ ഒരു നോക്ക്. ദേ, ആ പാത്രം ഞാൻ കഴുകി വെച്ചോളാം. അത് വേണ്ട, കൈയോളാം, ഞാൻ കഴുകിക്കോളാം. ദേ വെള്ളത്തിൽ കാണിച്ചാലുണ്ടല്ലോ. ഇവിടുന്ന് ആരാ ആഹാരം എടുത്തു തന്നെ? കുഞ്ഞ് അപ്പൊ തിരിച്ചു വരുമ്പോ പാത്രം എന്നെ തന്നെ ഏൽപ്പിക്കണം. ഇങ്ങോട്ട്. ഇന്നെന്നല്ല, എന്നും. മനസ്സിലായോ? അയ്യേ, കേട്ടിട്ട് എനിക്കൊന്ന് ഛർദ്ദിക്കാൻ വരുന്നു. ചേട്ടാ, ഇത് നല്ല കൂത്ത്. ആഹാരം കൊടുത്തയക്കുന്ന മഹേശ്വരി അമ്മയ്ക്ക് ഛർദി വരുന്നില്ല, അത് കഴിക്കുന്ന ഓമനക്കുട്ടന് ഛർദി വരുന്നില്ല, പിന്നെ നിങ്ങൾക്ക് മാത്രം എന്തിനാ ഈ ഛർദി വരുന്നത്? എന്ന് പറഞ്ഞാൽ എന്റെ മെമ്പറെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ലോകത്ത് എവിടെയെങ്കിലും കേട്ടരുള്ളതാണോ ഇത്? സോഷ്യലിസം എന്നൊക്കെ പറഞ്ഞാൽ ഇതാണെന്ന് ഞാൻ ഇപ്പോഴാ മനസ്സിലാക്കുന്നത്. തങ്കമണി കുഞ്ഞുമേ, നിങ്ങൾ കിടന്ന് ബഹളം വെച്ചിട്ട് കാര്യമില്ല. എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ കാണാതെ മഹേശ്വരി അമ്മ പച്ച വെള്ളം കൊടുക്കുവോ ആർക്കെങ്കിലും? അല്ല, നിങ്ങൾ ബന്ധുക്കളാണല്ലോ, അറിയാമല്ലോ. എന്ന് വെച്ചാ ഓമനക്കുട്ടന് ഇപ്പൊ ഒരു ആഹാരം അങ്ങോട്ട് കൊണ്ട് കൊടുക്കും. കുറച്ച് കഴിയുമ്പോ ഓമനക്കുട്ടൻ വീട്ടിൽ വന്നിരുന്ന് ഉണ്ട് തുടങ്ങും. പിന്നെ ഓമനക്കുട്ടൻ വീട്ടിൽ തന്നെ ഊണ് കഴിച്ചങ്ങ് ഉറക്കോ ആകും. എന്തോ മെമ്പറെ പറയുന്നത്? ഓമനക്കുട്ടനെ കൊണ്ട് അവരുടെ മകളെ കല്യാണം കഴിപ്പിക്കാനുള്ള ശ്രമമാണിത്. മഹേശ്വരി അമ്മ ആരാ കക്ഷിയെന്ന് അമ്മക്കറിയാൻ പാടില്ലേ? ഓഹോ, അത് ശരി. ആഹാ, അപ്പൊ നിങ്ങൾക്ക് ഈ ബുദ്ധി ഇതുവരെ പോയില്ല. ആദ്യത്തെ ദിവസം ചോറ് കൊണ്ടുപോയപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി. പിന്നെ ഞാനൊന്നും ഉണ്ടായിരുന്നത് എന്താന്ന് വെച്ചാല്, എനിക്ക് ആ മാനേജർ പയ്യനെ കൊണ്ട് അല്പം ലോൺ അനുവദിച്ചിരിക്കേണ്ട കാര്യമുണ്ട്. അപ്പൊ മഹേശ്വരി അമ്മയുടെ മരുമനായി കഴിഞ്ഞാല് എന്റെ പണി അല്പം കുറഞ്ഞു കിട്ടുമല്ലോ. എന്നാ ഞാനങ്ങോട്ട് ഇറങ്ങട്ടെ, പഞ്ചായത്ത് കൂടുന്ന ദിവസം ഇന്ന്. രാജപ്പ, എന്താ അമ്മേ? നീ ആ ബാങ്കിലോട്ട് ചെന്ന് മാനേജരോട് നാളെ ഇങ്ങോട്ടൊന്ന് വരാൻ പറ. എന്ന് പറഞ്ഞാൽ അയാളെങ്കിൽ വരുമോ? ആ, ബാങ്കിലിട്ടിരിക്കുന്ന എന്റെ കാശിനെ പറ്റി സംസാരിക്കാനാണെന്ന് പറഞ്ഞാൽ മതി. എന്നാലും ആ കാശിന്റെ കാര്യം എന്റെ അടുത്ത് പറയരുത്. എന്താണ് അച്ഛന് നേരത്തെ? ഞാൻ ഈയിടെ അതിരാവിലെ ഇങ്ങ് പോരും. അല്പം കൂടെ വൈകിയാൽ പിന്നെ പരദൂഷണം പറയുന്ന പെണ്ണുങ്ങളുടെ ബഹളം. ആ, സമാജത്തിന്റെ പേരിൽ ഒരു കോഴി വളർത്തൽ കേന്ദ്രം തുടങ്ങണമെന്ന് വിചാരിച്ചിരിക്കുക. എന്റെ പൊന്നിനാത്തവനെ ഒരു കോഴിമുട്ടയ്ക്ക് 60 പൈസയാ. നേരെ ചൊവ്വേ നടത്താന്നുണ്ടെങ്കിലേ സമാജത്തിന് തന്നെ നല്ലൊരു വരവായിരിക്കും. ആ, പിന്നെ ബാങ്കിൽ നിന്ന് ലോൺ കൂടെ കിട്ടുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കൊണ്ടുപോകാനും പറ്റും. ആ, അത് പറഞ്ഞപ്പോഴാ ഞാൻ ഓർത്തത്. ബാങ്ക് മാനേജറുടെ ഉച്ചക്കലത്തെ ഊണ് മഹേശ്വരിയുടെ വീട്ടിൽ നിന്നാ കൊണ്ടുപോകുന്നെന്ന് കേട്ടു. ഓ, അതൊന്നും പറയണ്ട. നിങ്ങളെല്ലാം കൂടി എന്നെ സമാജം പ്രസിഡന്റ് ആക്കിയതിന്റെ കുഴപ്പമാ. വീട്ടിൽ വന്ന് ആഹാരം വേണോന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഓഹോ, അങ്ങനെയാണോ? ആ, വീട്ടിൽ വന്നപ്പോ ഞാൻ ആദ്യം കരുതി ബാങ്ക് സംബന്ധമായ കാര്യം പറയാനാണെന്ന്. ഹോട്ടലിൽ ആഹാരം കഴിച്ചു മടുത്തു. ഉച്ചയ്ക്ക് ഒരു നേരത്തെ ആഹാരങ്ങളും കൊടുത്തയക്കാമോന്ന്. നമ്മൾ എന്ത് ചെയ്യും? ശുദ്ധനായതുകൊണ്ടാ. നാത്തൻ എങ്ങനെ അറിഞ്ഞു? ഓമനക്കുട്ടൻ അവിടെ വന്നിരുന്നോ? ഹേയ്, വേറെ ആരോ പറഞ്ഞറിഞ്ഞതാ. കണ്ടോ നാത്തൂനെ? നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ സ്വഭാവമേ, ഒരു ജോലിയില്ല നടക്കുക. കണ്ടവന്റെ വീട്ടിലെ അടുക്കളയിൽ എന്തെരിയുന്നെന്നറിയാൻ. എനിക്ക് ആ വീഡിയോ ഒന്ന് കാണാൻ ഞാൻ വരട്ടെ. എടി, നിനക്ക് നേരം വെളുത്ത വൈകുന്നേരം വരെ ഇതേ ഉള്ളോ പണി? ചേട്ടൻ എന്ത് വേണം? ആ, നീ പോയി അമ്മയോട് പറ, ബാങ്കിൽ നിന്ന് ഓമനക്കുട്ട സാധനം കൊണ്ടുവച്ചിട്ടുണ്ടെന്ന്. ചെല്ല്. എടി, അമ്മയുടെ ഒന്ന് പറഞ്ഞേക്കണേ, ദയവ് ചെയ്ത് എന്നെ ഉപദ്രവിക്കരുന്നു. ഇന്ന് ഉച്ചയ്ക്കേ ഉറങ്ങിയിട്ടില്ല, ഇപ്പോഴെങ്കിലും ഒന്ന് ഉറങ്ങട്ടെ. ആ, നമസ്കാരം. ഇരിക്കൂ. നമ്മളന്ന് എല്ലാരും കൂടെ ഒത്തിരുന്നപ്പോൾ ഒന്ന് പരിചയപ്പെട്ടതാ. പിന്നെ പരിചയപ്പെടാനുള്ള അവസരവും കിട്ടിയില്ലല്ലോ. ഓരോരുത്തരായി പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സാവകാശം മതി. ഞാൻ ഒരു കാര്യത്തിലും ധൃതി കാണിക്കാറില്ല. ഉള്ള സമയം വീട്ടിലിരിക്കും, കുട്ടികളുടെ കാര്യം നോക്കുകയും ചെയ്യാന്നുള്ളതാണ് കൂടുതൽ സന്തോഷം. വീട്ടുകാര്യം നോക്കാതെ പൊതുക്കാര്യം നോക്കിയിട്ട് എന്ത് വിശേഷം? അതെ. അല്ല, മഹേശ്വരിയുടെ വീട്ടിൽ നിന്നാണോ
ഉച്ചയ്ക്ക് ആഹാരം? ഞാൻ വേണ്ടാന്ന് ആവുന്നത്ര പറഞ്ഞതാ. ഒരേ നിർബന്ധം. പിന്നെ എന്റെ വീട്ടിൽ പോയി അച്ഛനെയും അമ്മയെല്ലാം കണ്ടതുകൊണ്ട് മറുത്തു പറയാനും ഒരു ബുദ്ധിമുട്ട്. ഓഹോ, മഹേശ്വരി വീട്ടിൽ പോയിരുന്നോ? വീട്ടിലേക്കായിട്ടില്ല, അതുവഴി പോയപ്പോ കയറിയതാണ്. ആരാ വീണ വായിക്കുന്നത്? എന്റെ മകളാ. എന്താ? എന്റെ അമ്മ വീണ വായിക്കുമായിരുന്നു. കുട്ടിക്കാലത്ത് ഞാൻ പാടും, അമ്മ വീണ വായിക്കും. പെട്ടെന്ന് ഞാൻ അതാണ് ഓർത്തുപോയത്. അതിനെന്താ, ഇതും സ്വന്തം വീടായി കരുതിക്കൊള്ളു. എപ്പോ വേണമെങ്കി വരാം. ക്ഷണത്തിന്റെ ആവശ്യമൊന്നുമില്ല. വല്ലപ്പോഴും കഞ്ഞിയും പയറും കഴിക്കണമെന്ന് തോന്നിയാൽ ഇങ്ങോട്ട് വന്നാ മതി. പിന്നെ ടിഫിൻ കാരിയറിലാക്കി കൊടുത്തയക്കാന്ന് വെച്ചാൽ വീടിനും ഹോട്ടലിനും തമ്മിൽ എന്താ വ്യത്യാസം അല്ലേ? അതെ. അല്ല, ഇതേതായാലും കുറച്ച് കടന്ന കൈ തന്നെ. ഇങ്ങനെയാണ് തറവാടിത്തം കാണിക്കുന്നത്. വീട്ടിലിരുന്നോണ്ട് ബാങ്ക് മാനേജരോട് അങ്ങോട്ട് വരാൻ പറയാ എന്ന് വെച്ചാൽ എല്ലാത്തിനും മര്യാദ വേണ്ടേ ഓമനക്കുട്ട? അല്ല, ഞാൻ ഓർത്തത് അവരും ബാങ്കുമായി ബന്ധമുള്ള ഒരു സ്ത്രീയാണല്ലോ. പോകരുത്. ദേ, ഈ വീട്ടിൽ ഓമനക്കുട്ടൻ എങ്ങനെ വേണമെങ്കിലും സഹകരിക്കാം. ഞങ്ങൾക്ക് മുഖം മൂടിയൊന്നുമില്ല. മറ്റതല്ല, അഹംഭാവം. കസേര കുത്തിയിരുന്ന് ബാങ്ക് മാനേജരെ വീട്ടിൽ വരുത്തുന്നതേ ആ 3.5 ലക്ഷത്തിന്റെ മുഷ്ക. ബാങ്കിൽ നിന്ന് വിളിച്ചു വരുത്തിയപ്പോ ഞാൻ കരുതി എന്തെങ്കിലും അത്യാവശ്യം കാണുമെന്ന്. എന്താ ഇത് അത്യാവശ്യമല്ലേ? ദേ, അമ്മ എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ആ, ആ. നമസ്കാരം അച്ചു. നമസ്കാരം. അച്ഛൻ എന്തിനാണാവോ എന്നെ അന്വേഷിച്ചെന്ന് പറഞ്ഞു? ജോയി, ഈ കുഞ്ഞുങ്ങൾ താമസിക്കുന്ന അനാഥാലയം പള്ളിയുടെ വകയല്ല. ജോയിക്കറിയാമല്ലോ, പഞ്ചായത്തിന്റെ വകയാണ്. നാട്ടുകാരുടെ അംഗീകാരം കിട്ടാൻ വേണ്ടി പള്ളിയോട് ചേർത്ത് വെച്ചിരിക്കുന്നതേ ഉള്ളൂ. ഒരു നല്ല കാര്യമാണല്ലോ എന്ന് കരുതി ഞാൻ അംഗീകാരവും വാങ്ങിക്കൊടുത്തു. പക്ഷേ ഈ അനാഥാലയത്തിന് നന്മ വരുന്ന ഒരു കാര്യവും ഭാർഗവൻപിള്ള ഇതുവരെ ചെയ്തിട്ടില്ല. മാത്രവുമല്ല, ഈ കുഞ്ഞുങ്ങളുടെ പേരിൽ അങ്ങനെ ഇതൊരു കച്ചവടമാക്കി വെച്ചിരിക്കുക. എങ്ങനെ? കഴിഞ്ഞ വർഷം ഈ അനാഥാലയത്തിന്റെ പേരിൽ ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി തുടങ്ങണമെന്നും പറഞ്ഞ് ബാങ്കിൽ നിന്ന് ലോൺ മേടിച്ച കാര്യം ഓർമ്മയുണ്ടല്ലോ. അതെ, ഒരു 10,000 രൂപ ബാങ്കിൽ നിന്ന് ലോൺ കൊടുത്തിട്ടുണ്ടല്ലോ. എന്നാൽ ആ ലോൺ ഒന്നും ഈ അനാഥാലയത്തിന് വേണ്ടി ചെലവഴിച്ചിട്ടില്ല. കുട്ടികൾക്ക് നല്ല വസ്ത്രമില്ല, അവരെ പഠിപ്പിക്കാൻ മാർഗമില്ല. ബാങ്കിൽ പുതിയ മാനേജർ വന്നേ പിന്നെ വീണ്ടും ഈ വക ഇനങ്ങളിൽ ലോൺ വാങ്ങാൻ ഭാർഗവൻപിള്ള ശ്രമിക്കുന്നതായിട്ട് കേട്ടു. അങ്ങനെ വരികയാണെങ്കിൽ കൊടുക്കരുതെന്ന് ജോയി മാനേജരെ പറഞ്ഞൊന്ന് മനസ്സിലാക്കണം. ഞാൻ ചെയ്യാച്ചു. കുട്ടികളുടെ കായികമായ പുരോഗതിക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലൊന്ന് പറഞ്ഞുപോയി. അതിനിപ്പോ അങ്ങേര് ചെയ്യുന്നത് എല്ലാ ഞായറാഴ്ചയും കായികമെന്നും പറഞ്ഞ് പിള്ളേരെ വിളിച്ചുകൊണ്ട് പോയി അങ്ങേരുടെ തോട്ടത്തിൽ പണിയെടുപ്പിക്കുക. അതുങ്ങൾക്ക് അതിനുള്ള ആരോഗ്യമില്ല. 8ഉം 10ഉം വയസ്സുള്ള കുഞ്ഞുങ്ങളാ. അവര് വൈകിട്ട് ഇവിടെ വന്നിരുന്ന് കരയുന്നു കാണുമ്പോ എനിക്ക് ഒന്നും ഒട്ട് പറയാൻ പറ്റില്ല. മെമ്പർ പറയുന്ന നല്ല വശം മാത്രമേ ജനങ്ങൾ വിശ്വസിക്കൂ. ലോൺ സാങ്ഷൻ ആക്കാതിരിക്കാൻ ഞാൻ നോക്കിക്കോളാം. വലിയ ഉപകാരം. മോൻ വല്ലപ്പോഴും ഒക്കെ ഒന്ന് വരണേ. ശരി അച്ചു, ഞാൻ വരട്ടെ. ഓ, മമ്മി, മണി 1 ചാക്കോ ഇതുവരെ വന്നിട്ടില്ല. ബാങ്കിൽ ചോറ് കൊണ്ട് കൊടുക്കണ്ടേ? അയ്യോ, ഇപ്പൊ എങ്ങനെയാ മോളു? നീ ഇപ്പൊ എങ്ങോട്ടാ പോകുന്നേ? ഗീത ചേച്ചി ലീവിൽ നാട്ടിൽ വന്നിട്ടുണ്ട്. ഞാൻ ആ ചേച്ചിയുടെ കുട്ടിയെ കണ്ടിട്ടില്ല. ഞാൻ അങ്ങോട്ട് പോവാ. മോള് പോകുന്ന വഴിക്കല്ലേ ബാങ്ക്. ഒന്നും കൊണ്ട് കൊടുക്കുമോളൂ. നീ കൊണ്ട കൊടുത്താ ഓമനക്കുട്ടന് സന്തോഷാവുകയും ചെയ്യും. അയ്യോ, ഞാനില്ല. വല്ലോരും അതും ഇതൊക്കെ പറഞ്ഞാലോ? ആര് എന്താ പറയാൻ? അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഇവിടെ വന്ന് ചോദിക്കാൻ പറയണം. ഞാൻ സമ്മാനം പറഞ്ഞോളാം. ചെല്ലുമോളൂ. അയ്യോ, ബുദ്ധിമുട്ടുണ്ടായിരുന്നല്ലോ. നമസ്കാരം. ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നണ്ടേ? അല്ലെങ്കിൽ എന്റെ മമ്മിക്ക് തോന്നണ്ടേ? എനിക്ക് അകത്തേക്ക് വരാവോ? എന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, സാധാരണ ചോദിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഈ ഊണ് മേശയുടെ പുറത്തിരിക്കേണ്ട ചോറ്റുപാത്രം ഓഫീസ് മേശയുടെ പുറത്ത് അല്ല. ഐ എം സോറി. ഞാൻ അല്പം താമസിക്കും ഭക്ഷണം കഴിക്കാൻ.
ഈ പാത്രം ഞാൻ കൊടുത്തേച്ചേക്കാം. ആ. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ച് ഗോപ്യത ഉണ്ടായ കൊള്ളാം. മനസ്സിലായില്ല. അല്ല, ഇങ്ങനെയുള്ള കൊച്ചു സ്ഥലമാകുമ്പോ ആൾക്കാർ ശ്രദ്ധിക്കും. ടൗണിലൊക്കെയാണ് ആരും നോക്കത്തില്ല. ഇവിടെ ഈ ചോറ്റുപാത്രം ഇങ്ങോട്ട് വരുന്നതും പോകുന്നതും ഒക്കെ ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുക. അല്ല, ഭക്ഷണം കൊടുത്തയക്കുന്നത് എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ഇരിക്കാൻ ഈ മുറിക്കൊരു മറയുള്ളതുപോലെ എല്ലാ കാര്യത്തിനും ഒരു മറയുണ്ടായിരിക്കുന്നത് നല്ലതാ. ആ, പിന്നെ ഞാൻ വന്നത് ഒരു ലോണിന്റെ കാര്യം ഞാൻ അന്ന് സൂചിപ്പിച്ചിരുന്നു. ഉവ്. പക്ഷേ അനാഥാലയത്തിന്റെ പേരിൽ ഒരു ലോൺ കൊടുക്കുക എന്ന് വെച്ചാൽ അനാഥാലയത്തിന്റെ പേരിൽ വേണ്ട. അനാഥാലയത്തിന്റെ കീഴിൽ ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി തുടങ്ങാനുള്ള സ്കീമുണ്ടേ. എന്നാൽ തന്നെ അതിന് സാധ്യത കുറവാണ്. ഇതിനു മുമ്പുള്ള മാനേജര് എനിക്ക് പല ലോണുകൾ അനുവദിച്ചിട്ടുള്ളതാണ്, ഞാൻ വാങ്ങിച്ചിട്ടുമുള്ളതാണ്. അതുകൊണ്ടായിരിക്കാം ഈ വർഷം അങ്ങനെയുള്ള ലോണുകളൊന്നും കൊടുക്കണ്ടെന്നാണ് ഹെഡ് ഓഫീസിൽ നിന്നുള്ള ഓർഡർ. നമസ്കാരം സർ. എന്താ ഭാർഗവമുള്ള ചോദിച്ചാണല്ലോ പോയിരിക്കുന്നത്? ആ ലോണിന്റെ കാര്യം ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു. പോകാൻ പറയണം. ഇങ്ങനൊരു ഇത്തൽ കണ്ണി അങ്ങനെ പറഞ്ഞൊന്നും കാര്യമാക്കണ്ട. ലോണിന്റെ കാര്യം സാരമില്ല, പക്ഷെ അയാൾ എന്തൊക്കെയോ അർത്ഥം വെച്ച് പറഞ്ഞു. എന്തു പറഞ്ഞു? ബിന്ദു നേരിട്ട് ഭക്ഷണം കൊണ്ടുവരുന്നത് ഒഴിവാക്കാമെന്ന രീതിയിൽ. ചേട്ടാ, ഇത് കൊള്ളാം. കുട്ടി വീട്ടിൽ നിന്നാ ഭക്ഷണം കൊണ്ടുവരുന്നത്, കൊടുത്തയച്ച അതിന്റെ അമ്മയാണ്. അതിന് നാട്ടുകാർക്ക് ഇത്ര അഭിപ്രായം പറയാനെന്തുള്ളത്? സാറ് വരണം, നമുക്ക് ആഹാരം കഴിച്ചിട്ട് പാത്രം കൊടുത്തയക്കാൻ നോക്കാം. വരണം. എല്ലാം ഇറങ്ങടാ. അച്ഛന് പൂ വേണ്ട, എന്റെ മക്കളെടുത്തു. എന്ത് പറ്റി പോയി? എങ്ങനെ മുറിഞ്ഞു? ഒരമ്പ് ഒന്നുണ്ടല്ലോ. മോനൊരു കാര്യം ചെയ്യും, മറിയച്ചെടുത്തിയോട് ഈ മുറി ഒന്ന് വെച്ച് കെട്ടിത്തരാൻ പറ. അച്ഛൻ പറഞ്ഞത് പറയുന്നതുകൊണ്ട് മെമ്പർക്ക് വിഷമം തോന്നരുത്. ഇത് ഇത്തിരി കടന്ന കൈയായിപ്പോയി. ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തത് കൊണ്ടാണ് ഇവരെ അനാഥ പിള്ളേരെന്ന് പറയുന്നത്. കാര്യം എന്തായാലും ശരി, അവരെ കൊണ്ട് കഴിയുന്ന പണിയെ ചെയ്യിക്കാവൂ. എന്തോന്ന് പറയേണ്ടിപ്പിച്ചെന്നാ അച്ഛൻ എന്തോന്നാ ഈ പറയുന്നത്? ഇവറ്റുള്ള റോഡെ തേരാപ്പാരാണെന്ന് വല്ല ലോറിയോ ബസ്സോ കൂട്ടി ചെത്ത ആർക്കും എണ്ണമില്ലേ? ഇവരെ എല്ലാം കൂടെ ഒരുമിച്ച് ഒരു കൂരയുടെ കീഴിൽ കൊണ്ടാക്കിയപ്പോ അവകാശങ്ങൾ കൂടി വരിക. കുഞ്ഞുങ്ങളുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു സങ്കടമുണ്ട്. കായികമായ വളർച്ചയ്ക്ക് ഇതിനപ്പുറം എന്ത് വേണോ വെച്ചോ? സായിപ്പ്മാരാണെങ്കിൽ സ്വിമ്മിംഗ് പൂളിൽ നീന്താൻ പോകും, പണക്കാരാണെങ്കിൽ ഗോൾഫ് കളിക്കും. അതല്ലാത്തവർ എന്ത് ചെയ്യും? അവര് കളിച്ചും മണ്ടിയും ഒക്കെ തന്നെയാ കായികാഭ്യാസം ഉണ്ടാക്കുന്നത്. അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാനുള്ള ഒരു ഏർപ്പാട്. ഇങ്ങനെയൊക്കെ ഓരോന്നും അങ്ങോട്ട് പറഞ്ഞു തുടങ്ങാം. ഇതിനൊക്കെ എവിടെയാണ് ചോ വകുപ്പിരിക്കുന്നത്? നല്ല ആശയങ്ങൾ പറയാൻ എളുപ്പമാ, പക്ഷെ ഇത് പ്രാവർത്തികമാക്കുന്ന എങ്ങനെയാണ് ഇങ്ങോട്ട് പറഞ്ഞു തന്നാട്ടെ. മിസ്റ്റർ ഭാർഗവൻ പിള്ളേ, ഒരു കുട്ടിയുടെ കാല് തൂമ്പ കൊണ്ട് മുറിഞ്ഞു. ഡോക്ടറെ കാണിച്ച് ഒരു ഇഞ്ചക്ഷനെങ്കിലും എടുപ്പിക്കണ്ടേ? എന്റെ പൊന്നച്ചോ, ഈ അനാഥ പിള്ളേരെ ഇങ്ങനെ വഷളാക്കരുതേ. ഈ പ്രായത്തിൽ കയ്യോ കാലം മുറിഞ്ഞ ഞങ്ങളൊക്കെ ഈ കമ്മ്യൂണിസ്റ്റ് വെച്ച് ചുമ്മാ വരച്ച് തൂത്ത ഞങ്ങറക്കേ ഉള്ളൂ. അതങ്ങ് കരിഞ്ഞോളും. അല്ലാതെ ഈ ഇഞ്ചക്ഷൻ എടുക്കുന്ന പതിവൊക്കെ പഠിപ്പിച്ചാ പിള്ളേർക്ക് അത് ദുശീലമാകും. പിന്നെ നമുക്ക് അതിനെ സമയം കാണും.